കുട്ടികൾ കൃത്യമായിട്ട് ആത്മവിഷയ മാതാവിൻ്റെ പ്രാർത്ഥന എല്ലാ ദിവസവും 7 പ്രാവശ്യം ചെല്ലണം. മാത്രമല്ല, നിങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പായിട്ട്, പിന്നെ നിങ്ങൾ പലരും കുമ്പസാരിച്ചവരാണ്, പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പായിട്ട് കുമ്പസാരിച്ചൊരുങ്ങി അപ്പൻ്റെ അമ്മയുടെയും ആസ്വാദം വാങ്ങിക്കണം. തലയിൽ അവരനുഗ്രഹം വാങ്ങിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ടെന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ്. 10ാം ക്ലാസ് 11ാം ക്ലാസ് മാത്രമല്ല, എല്ലാ കുട്ടികളും ചെയ്യുന്നതാണ്. മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യം, അവരാശീർവദിക്കുമ്പോൾ, എനിക്കറിയില്ല നിങ്ങൾ ചെയ്യുമെന്നറിയില്ല, കുമ്പസാരിച്ചൊരുങ്ങി കുർബാന സ്വീകരിച്ചിട്ട് വേണം അവരാശീർവദിക്കാനായിട്ട്. നിങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയാനായിട്ട് നിങ്ങൾ കുമ്പസാരിച്ചൊരുങ്ങി കുർബാന സ്വീകരിച്ച് വേണം മക്കളെ ആസ്വദിക്കാനായിട്ട്. കാരണം ദൈവത്തിൻ്റെ ദാനമാണ്. ഇവരിലൂടെ നിങ്ങൾക്ക് ലഭിച്ചുള്ള ആ കൃപകളൊക്കെ ഇവരോട് പകരപ്പെടാനായിട്ട് ആണ് കുമ്പസാരിച്ച് ഒരുങ്ങാൻ പറയുന്നത് കൊണ്ടാണ്. കുമ്പസാരിച്ചൊരുങ്ങി പരിശുദ്ധമായി ജീവിക്കുമ്പോൾ, ആ അഭിഷേകം നിറയപ്പെടുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ പരീക്ഷയ്ക്ക് പോകും മുമ്പായിട്ട് ആസ്വദിച്ചൊരുങ്ങാനായിട്ട്, അതിന് തലേദിവസം ഒന്നും വേണമെന്നില്ല, അതിന് മുമ്പ് തന്നെ പ്രാർത്ഥിച്ചൊരുങ്ങി കുമ്പസാരിച്ചൊരുങ്ങി കുർബാന സ്വീകരിച്ചിട്ട് അവരെ അനുഗ്രഹിക്കാവുന്നതാണെന്ന്, അത് ഏറ്റവും ഉത്തമവും അഭിഷേകവുമാണെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി വളരെ നല്ലതായിരിക്കും. അപ്പച്ചനൊക്കെ പുറത്താണെങ്കിൽ നിങ്ങൾ വാശി പിടിക്കേണ്ട. ചിലപ്പോൾ അപ്പച്ചൻ ഗൾഫിലാവും, അപ്പച്ചൻ വായോ ആശീർവദിക്കുകയാണെങ്കിൽ നിങ്ങൾ വാശി പിടിക്കരുത്. പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പോൾ അതിനൊരു ഉത്തമമാണെന്ന് പറഞ്ഞത് മാത്രം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുട്ടികൾ എല്ലാവരും അത് കുമ്പസാരിച്ചൊരുങ്ങി നിങ്ങൾ അപ്പൻ്റെയും അമ്മയുടെയും ആസ്വാദം വാങ്ങിക്കണം. ആസ്വാദം കൊടുക്കും മാതാപിതാക്കൾ ചെയ്യേണ്ടത്. നിങ്ങൾ കുമ്പസാരിച്ചൊരുങ്ങി കുർബാന സ്വീകരിക്കുകയാണെങ്കിൽ അത് സൂപ്പറായിരിക്കും, അല്ലെങ്കിൽ സാധാരണ പോലെ ആയിരിക്കും. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ട് എക്സ്ട്രീമുകളാണ്. നിങ്ങൾ കുമ്പസാരിച്ചൊരുങ്ങാതെ കഴിച്ച് പ്രാർത്ഥിക്കുന്നതും കുമ്പസാരിച്ചൊരുങ്ങി കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നതും രണ്ടും തമ്മിൽ ഭയങ്കര എക്സ്ട്രീമാണ്, ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ദൈവചിത മാതാപിതാക്കൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കുന്ന കർത്താവെങ്കിൽ ഇങ്ങനെ പരിശ്രമം തോന്നിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് അത് പറഞ്ഞത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ മക്കൾ അഭിഷേകത്തിൽ വളരണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി കുമ്പസാരിച്ചൊരുങ്ങി അവർക്കിടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മറ്റുള്ള പ്രാർത്ഥിക്കാൻ എളുപ്പമെങ്കിലായിട്ട് നമ്മൾ മാതാപിതാക്കളാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിക്കുകയാണ്. ദിവസങ്ങളൊക്കെ പരീക്ഷകളാണ്, പ്രത്യേകമായിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് ഓർമ്മിപ്പിക്കുന്നു.